ഹായ് ഹലോ. ഓണം കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ദിവസമാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ പൂവിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. സിറ്റ് ഔട്ടിലെ പൂക്കളൊക്കെ റെഡിയായതിന് ശേഷം കുട്ടികൾ പുറത്ത് പൂവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ബാക്കി സദ്യ ഒരുക്കാനുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി കിച്ചണിലേക്കും പോയി. നമുക്ക് ഈ പൂവിട്ട് കഴിഞ്ഞ് സദ്യ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരു ഊഞ്ഞാൽ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാവേലി ഒരുക്കിയിട്ട് മാവേലി വരുന്നുണ്ട്. താഴത്തെ വീട്ടിൽ നിന്നാണ് മാവേലി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാവേലി അടുത്ത വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നല്ല സൂം ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അടുത്ത വീടുകളിലുള്ള കുട്ടികളും ആളുകളും എല്ലാവരും മാവേലിയുടെ കൂടെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ അടുത്ത മാവേലി നമ്മളെ വീട്ടിലേക്ക് വന്ന് മാവേലി നമ്മളെല്ലാവരും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നമ്മൾ ചെറിയൊരു ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാ വീടുകളിലും ഇങ്ങനെ വരും കേട്ടോ. എല്ലാ ഓണത്തിനും വരാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ വരുന്നുണ്ടോയെന്ന്. ഇങ്ങനെ നിങ്ങളെ ഏരിയയിലും ഇങ്ങനെ മാവേലി വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ പുലിക്കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവേലി വന്നു പോയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. നിനുമോളും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിച്ചത്. നിനുമോളാണ് ആദ്യം കഴിച്ചത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഞങ്ങൾ സാക്കിക്ക് കൊടുത്തു. സാക്കിക്ക് കൊടുക്കാൻ ലേറ്റ് ആയത് അവന് വാരി കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് സാമ്പാറും ചോറും ഒന്നും പറ്റൂല. പായസം ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കും. അപ്പോൾ പായസം കൂടുതൽ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് വാരി കൊടുത്തിട്ടാണ് അവന് സദ്യ കഴിപ്പിച്ചത്. കൂട്ടുകറിയും പായസമാണ് അവന് ഏറ്റവും ഇഷ്ടമായത്. അത് രണ്ടും മധുരമുള്ളത് കൊണ്ട് സാമ്പാറും ചോറും കഴിക്കാൻ കുറച്ച് പുറകോട്ടാണ്. പിന്നെ അത് കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല അവൻ കഴിക്കാത്തത്. അവന് ചിക്കനും മീനും തന്നെയാണ് പ്രിയം. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ചിക്കനും മുട്ടയും തന്നെയാണ് കൊടുക്കാറ്. മീൻ വല്ലപ്പോഴും കഴിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഓണായതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ അല്ലേ, അപ്പം ഫുള്ള് വെജല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവന് ഞങ്ങൾ ഇന്ന് സദ്യയൊക്കെ കൊടുത്ത് വാരി കൊടുത്ത് കഴിപ്പിക്കുകയാണ്. ഇതൊരു ടാസ്ക്കായിരുന്നു അവനെ സദ്യ കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവർ രണ്ടാളും അവിടെ ഇരുന്ന് കഴിപ്പിച്ചു.